ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ഈസി റെസിപ്പീസ് പരിചയപ്പെട്ടാലോ. ആദ്യമായി 100 ഗ്രാം സാമ്പാർ പരിപ്പും 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് വറുത്ത് അതിലേക്ക് 5-6 ഉലുവയും 2 വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡി. അടുത്തതായിട്ട് നമുക്ക് പപ്പടം വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 5-6 പപ്പടം വറുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം 10-15 കൊച്ചുള്ളിയും 5-6 പിരിയമുളക് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം വാളംപുളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ചൂടാക്കി എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ട് ചതച്ച് അരച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും ഉപ്പും ചേർത്ത് ഒന്നും കൂടി ചതച്ചെടുക്കുക. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കി ഒന്നും കൂടെ മിക്സിയിൽ കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അച്ചാർ റെഡി. അടുത്തതായിട്ട് ആ എണ്ണയിൽ തന്നെ കടുക് വറുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക, സവാള, പച്ചമുളക്, ഇഞ്ചിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചും തുറന്ന് ഇളക്കി കൊടുത്ത് ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബായ്.